എന്നാലും ജോർജ് ഏട്ടൻ ഇങ്ങനൊരു പണി കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കഴിഞ്ഞ ആഴ്ച കൂടി എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞില്ല. അയാളുടെ വീട് അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വയ്ക്കുക. അതിന് നമ്മളോട് അന്വേഷിക്കേണ്ട കാര്യം അയാൾക്കില്ലല്ലോ. എന്നാലും അതല്ലല്ലോ ഒരു മര്യാദ. നിനക്ക് ജോർജിനെ ഒന്ന് വിളിച്ച് സംസാരിക്കായിരുന്നില്ലേ മോനെ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലമ്മേ. എത്ര വിളിച്ചിട്ടും അയാൾ ഫോൺ എടുക്കുന്നില്ല. ഇതെല്ലാം ഞാൻ കാരണോ സംഭവിക്കുന്നത്? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവരെത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞ വീടായിരുന്നു ഇത്. ഇപ്പൊ ഞാൻ കാരണമല്ലേ ഇതിവരുടെ കൈവിട്ട് പോകാൻ പോകുന്ന? മോളെ, ഇതിനെല്ലാത്തിനും കാരണക്കാരനാ അബിയ. അവൻ ചെയ്ത വൃത്തികേടുകൾക്ക് മോളെങ്ങനെ ഉത്തരവാദിയാകുന്നേ? എടോ, നിങ്ങളൊക്കെ ഈ വീട് മാറുന്നതിന് എന്തിനെത്ര സെന്റിയാവുന്നത്? ഇത് നമ്മുടെ സ്വന്തം വീടൊന്നല്ലോ, വാടക വീടല്ലേ. വക്കീൽ വെറുതെ ചിരിച്ചു കാണിച്ച് വിഷമം മറക്കല്ലേ. ഈ വീടിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം ആത്മബന്ധം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വിഷുവിന് ജോർജ് ഏട്ടന് ഈ വീട് വാങ്ങാനുള്ള അഡ്വാൻസ് കൊടുക്കാൻ വക്കീൽ തയ്യാറായതല്ലേ? എടോ, അഡ്വാൻസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ മോളെ. ഒരു ലോൺ പാസ്സായാലേ നമുക്കിത് സ്വപ്നം കാണാനെങ്കിലും പറ്റൂ. ആ, എന്തായാലും നന്നായി. ഞാനേ ഇതൊരു നിമിത്തമായിട്ടാണ് കാണുന്നത്. കാരണവന്മാര് പറയാറില്ലേ, ഇരുന്നിട്ടേ കാര്യം നീട്ടാൻ പാടുള്ളൂ. നമ്മൾ രണ്ടുപേർക്കും നല്ലൊരു ജോലിയാകുന്നതിന് മുമ്പേ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് മണ്ടത്തരവാ. ഞാനേ ആ സന്തോഷോട് പറഞ്ഞ് നല്ലൊരു വാടക വീടുണ്ടെങ്കിൽ നോക്കാൻ പറയാം. നീ ഇങ്ങനെ പ്രതീക്ഷ കൈവിടരുത്. അഭി എന്ത് കളി കളിച്ചിട്ടാണ് ഈ വീട് വാങ്ങാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇത് കൈവിട്ട് പോവാതെ ഞാൻ നോക്കിക്കോളാം. അവന് ഈ വീടിന് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. എടാ, ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ സ്ഥലം വാങ്ങിക്കാനുള്ള കാശ് പോലും ഇല്ല. ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല ഗിരി. ഞാനൊന്ന് ഗോപാൽജിയോട്ട് സംസാരിച്ച് നോക്കട്ടെ. ജോർജ് ഏട്ടൻ ഗോപാൽജിയുടെ വളരെ അടുത്ത സുഹൃത്താടാ. അദ്ദേഹം പറഞ്ഞ ജോർജ് ഏട്ടൻ തീരുമാനം മാറ്റാതിരിക്കില്ല. അങ്ങനെ അയാളുടെ ഔദാര്യം സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ വീട് വേണ്ട. നീ എടുത്തു ചേർന്നതേ നിന്റെ പ്രായത്തിന്റെ. അപ്പൊ എന്റെ പ്രായം മതിയോ? ഇവള് പറഞ്ഞത് തന്നെയാ എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഗോപാലിന്റെ സഹായം വേണ്ട. ഈ വീട് എന്തായാലും ഞങ്ങളുടെ കൈവിട്ടു പോകും. ആ യാഥാർത്ഥ്യം എത്രയും പെട്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നോ അത്രയും നല്ലതാ. കുറെ ഓർമ്മകളുള്ള സ്ഥലമാ. ഞങ്ങൾക്ക് മര്യാദക്ക് യാത്ര കുറഞ്ഞു പോകാനുള്ള സമയമെങ്കിലും കിട്ടും, അല്ലേ?